വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 92 ഒരു ശാബത്ത് ദിന സങ്കീർത്തനമാണ്. ദൈവത്തെ സ്തുതിക്കാൻ, അവൻ്റെ പ്രവൃത്തികളെ ആലോചിക്കാൻ, നീതിമാന്മാരുടെ വളർച്ചയെക്കുറിച്ച് ധ്യാനിക്കാൻ അനുയോജ്യമായ ഗാനം. ദൈവം ദുഷ്ടരെ തളർത്തുകയും നീതിമാന്മാരെ വളർത്തുകയും ചെയ്യുന്നവനാണ്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോണിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇലപൊടി പുഷ്ടിയോടെ നിൽക്കും. സങ്കീർത്തനം 92 അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അതിശക്തമായ 93 സങ്കീർത്തനം ദൈവത്തിൻ്റെ രാജത്വത്തെ, അവൻ്റെ ശാശ്വതതയും ശക്തിയും പ്രതിപാദിക്കുന്നു. പ്രകൃതിയുടെ ശക്തികൾ പോലും ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. ദൈവം നീതിയിലും വിശുദ്ധിയിലും അചഞ്ചലനാണ്. കർത്താവ് വാഴുന്നു. അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. സങ്കീർത്തനം 93 1 തിരുവചനം. സങ്കീർത്തനം 94 ദൈവത്തെ നീതിയുടെ ദൈവമായി വിളിച്ചു പറയുന്ന ഒരു ശക്തമായ അപേക്ഷയും ആത്മവിശ്വാസവും നിറഞ്ഞ ഗീതമാണ്. ദുഷ്ടന്മാർക്ക് എതിരായ ദൈവത്തിൻ്റെ പ്രതികാരവും നീതിമാന്മാരുടെ സംരക്ഷണവും ദൈവത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ സമയത്തുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. സങ്കീർത്തനം 94 18 19 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.